ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാണെന്നറിയാം, കുറച്ച് കൊച്ചുമത്തി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ തന്നെ അതൊന്ന് പീര പറ്റിക്കുക. പ്രത്യേകിച്ച് ഈ കുറച്ച് കാന്താരിയുണ്ട്, ആ കാന്താരിയുണ്ടാകുമ്പോൾ ഒന്നുകൂടെ സൂപ്പറായിരിക്കും അല്ലേ? അപ്പോൾ സമയം കളാതെ എങ്ങനെയാണോ നമുക്കത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് മേടിച്ച് നമ്മൾ എല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. വേണ്ട കുറച്ച് കൊച്ചുമത്തി കിട്ടിയപ്പോഴത്തേക്കും ഒരാഗ്രഹം, ഇച്ചിരി കപ്പയുടെ മേടിച്ച് ഒന്ന് പുഴുങ്ങിയാലോ എന്ന്. അപ്പോൾ കുറച്ച് കപ്പയും പുഴുക്കി വെച്ചിരിക്കുകയാണ്. ഇത് റെഡി ആയിട്ട് വേണം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം പീര വറ്റിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ജാർ എടുക്കണം. അതിൻ്റെ അകത്തോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കണം. അപ്പം മീനനുസരിച്ചുള്ള തേങ്ങാപ്പീര നമുക്ക് എടുക്കണം. ഇതുപോലെ ജാർ എടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കാര്യം പീര വറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് നല്ലപോലെ തേങ്ങാപ്പീര വേണം. ഇത് പിടിക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചെടുത്താൽ മതി, ആ ആവശ്യത്തിനുള്ള. നല്ല എരിവല്ലേ. ഇതുപോലെ ഒരു പിടി കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കും. ഒരു 10-12 കൊച്ചുള്ളി അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ചെറിയ 2 കഷ്ണം ഇഞ്ചി അതുകൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് കല വെച്ച് ചതച്ചെടുത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില അതുകൂടെ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ ഒന്ന് ചായച്ചെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കണം. ഇത് റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ വരാം. ഇപ്പം മീൻ പീരയ്ക്കുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരുപാടൊന്നും അരഞ്ഞു പോകാതെ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് ഇതിനകത്തോട്ടൊരല്പം വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് വട്ടം കറക്കി അങ്ങോട്ട് ഒഴിക്കും. ചട്ടിക്കകത്തൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് കറക്കി ഇങ്ങോട്ടിടും. ഇപ്പോൾ എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ ജാറിൻ്റെ അകത്തോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജാറിൻ്റെ അകത്തിരിക്കുന്ന ആ അരപ്പൂടെ നമുക്കിങ്ങെടുക്കാം. ഇങ്ങനെ ഒന്ന് കറക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഞാൻ ഇതിനകത്തിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടി ഇടുകയാണ്. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ഇടുമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള കുടംപുളി ഇച്ചിരി വെള്ളത്തിനകത്തിട്ട് ആ വെള്ളവും ആ കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കും. 2-3 കഷ്ണമേ ഉള്ളൂ, നമ്മൾ കീറിയൊക്കെ ഇട്ടിരുന്നാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കൊച്ചുമത്തി റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചുമത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു 700 ഗ്രാം അടുത്തുണ്ട്. 1 കിലോ മേടിച്ചാണ്, 700 ഗ്രാം അളവിനുണ്ട്. ഇനി ഈ മീൻ ഈ അരപ്പിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങാപ്പീര, അതായത് അരയ്ക്കാത്ത തേങ്ങാപ്പീര കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിനത് മാറ്റി വെച്ച് ഇത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതെന്താണെന്നറിയോ? നാരകത്തിൻ്റെ ഇല, ഒരു 4 ഇല. ആ 4 ഇലയും കൂടെ ഞാനൊന്ന് മുറിച്ച് ഇങ്ങനെ ഒന്ന് മുറിച്ച് അങ്ങോട്ട് ഇടുകയാണ്. ഇതേപോലെ നമ്മൾ ഈ തേങ്ങാപ്പീര ഇങ്ങനെ ഇട്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രുചിയായിരിക്കും. ഇതേപോലെ കുറച്ച് തേങ്ങാപ്പീര മാത്രം ഇടുന്നത്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ഇടാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നാരകത്തിൻ്റെ ഇലയൊക്കെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇതുപോലെ കൊച്ചുമത്തി പീര പറ്റിക്കുന്നത്. വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം. ഇച്ചിരി വെള്ളം കുറവായിട്ട് തോന്നുന്നു, അതുകൊണ്ടാണ്. നമ്മൾ രണ്ടാമത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഇളക്കണ്ട, അത് പൊടിഞ്ഞു പോകും. ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അമക്കി വെക്കണം. പിന്നെ മീൻ വേകാനുള്ള വെള്ളമാണ് നമ്മൾ രണ്ടാമത് ഒഴിച്ചത് കേട്ടോ. ഇതേപോലെ ഒരു വാഴയിലയുടെ തുമ്പ് ഇങ്ങനെ അങ്ങോട്ട് വെട്ടി ആ വാഴയിലും കൂടെ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ നല്ലപോലെ ഒന്ന് സൈഡെല്ലാം ഒന്ന് മൂടിയിട്ട് ഇപ്പം മത്തി പീര വറ്റിച്ചതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ചട്ടിക്കകത്താക്കിയിട്ടുണ്ട്. ഇനി അടുപ്പത്തോട്ട് വെക്കാം. ഇനി അടുപ്പത്തോട്ട് അങ്ങോട്ട് വെക്കാം.
എന്നിട്ട് വേറൊരു അടപ്പ് കൊണ്ട് ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. ആ വാഴയിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക മണമാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മണം. ആ ചെറുനാരങ്ങയുടെ ഇലയും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ആ വാഴയില ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോക്കി ഇങ്ങോട്ട് എടുക്കും. അല്ല, ഇതേപോലെ കൊച്ചുമത്തിയൊക്കെ പീര് പറ്റിക്കുന്നതിൻ്റെ ആ രുചി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപാര ടേസ്റ്റ് തന്നെ അല്ലേ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം, ഒരു വലിയ അത്ഭുതമായിട്ടൊന്നും ആരും കരുതല്ലേ. നല്ല രുചികരമായ ഒരു കൊച്ചുമത്തി കിട്ടിയപ്പോഴത്തേക്ക് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്താൽ എന്നിപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി നമുക്കത് തോരെ പറ്റിച്ചെടുക്കണം. ആ നാരകത്തിൻ്റെ ഇലയൊക്കെ ഇടുമ്പോഴല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ ഇതേപോലെ മത്തിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും നാരകത്തിൻ്റെ ഇലയൊക്കെ ഒന്ന് മുറിച്ച് അതിൻ്റെ അകത്തോട്ടിട്ടാൽ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ഇരിക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയും മറ്റേ എരിവും ഒക്കെ നോക്കണം കേട്ടോ. പോരാഴിക ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനൊന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. കാര്യം ആ വെള്ളം ആ പീരെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, അതിൻ്റെ അകത്ത് വെള്ളമയൊന്നും കാണില്ല. അതുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കണം. ഞാനൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും ചെറിയ തീരൊന്നും ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കൊച്ചുമത്തി കാന്താരി മുളകൊക്കെ ഇട്ട് പീര പറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കൂടെ ഒരു ചെറിയ തീരിയിരിക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് ആ വെള്ളമയം കൂടെ ഒന്ന് വറ്റാനായിട്ട് വേണ്ട. നമുക്ക് നോക്കാവേ. വേണ്ട, ഒരല്പസമയം ഇങ്ങനെ തുറന്നിരിക്കുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ അങ്ങ് വറ്റിക്കോളും. അപ്പോൾ നമ്മുടെ മത്തി പീര പറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഈ ഇല കൊണ്ട് തന്നെ ഞാൻ മൂടി വെക്കുകയാണ്. ഇതങ്ങ് നിർത്താം. നീ താഴോട്ട് വെക്കും. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ കപ്പ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ടാണ് കുടഞ്ഞങ്ങോട്ടിടാം. മീൻ റെഡിയാക്കിയിട്ട് വേണമായിരുന്നു, കപ്പ ഇല്ല. ഇനി നമ്മുടെ കൊച്ചുമത്തി പീര പറ്റിച്ചതും കൂടെ. ആഹാ, പോരെ, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും കപ്പയും കൊച്ചുമത്തിയും പീര പറ്റിച്ചതും അല്ലേ. ആരാ കഴിക്കാത്ത? ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കാണുമ്പം തന്നെ അല്ലേ, ഇതൊക്കെ കണ്ട കൊതിക്കാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് പ്രത്യേകിച്ച് മീൻ കഴിക്കുന്നവർക്കൊക്കെ. ഇത് സത്യമായിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആർക്കാണ് ഇത് കൊതി വരാത്ത? എല്ലാവർക്കും വരും. പ്രത്യേകിച്ച് ഈ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് കപ്പ. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി മീൻ പീരയും കൂടെ ആണെങ്കിൽ ഓക്കെ ആയില്ലേ. ചോറിൻ്റെ കൂടെ എന്താത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പീര ഇത്. പ്രത്യേകിച്ച് നാരകത്തിൻ്റെ ഇലയൊക്കെ ഇട്ട് കാന്താരിയൊക്കെ ഇട്ടാൽ ഇത് പറയും ഈ മീൻ വേറെ വല്ല വേണം. ഏതായാലും കപ്പയുണ്ട്, മത്തി പീര പറ്റിച്ചുകൊണ്ട് ഒരു കഷ്ണം കപ്പ എടുത്ത് ഒന്ന് കഴിക്കാം. നല്ല പഞ്ഞി പോലെ വെന്തത്. ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ മുള്ളൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ചുരുട്ടി കൂട്ടി പൊളി സാധനം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ മത്തിയുടെ കൊച്ചുമത്തിയുടെ ടേസ്റ്റ്. പ്രത്യേകിച്ച് കപ്പയുടെ പിന്നൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ. അടിപൊളി സാധനം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കഷ്ണം കപ്പ പുഴുങ്ങിയതും പീര വറ്റിച്ച മത്തി ഇത് കഴിക്കട്ടെ. ഒരു സാധനം കേട്ടോ. ഇപ്പോൾ യാദൃശ്യമായിട്ട് കൊച്ചുമത്തി കിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഇച്ചിരി കപ്പയോടെ വെച്ച് കഴിക്കാം എന്ന് വിചാരിച്ച് മേടിച്ച് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ടോ കേട്ടോ. ഏതായാലും ശരി, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഐറ്റമാണ് ഇതൊക്കെ. മീൻപീര വെക്കാനായിട്ട് നമ്മൾ മലയാളികളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. എല്ലാ വീട്ടിലും ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത കുട്ടികളാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
നല്ല രുചികരമായ ഒരു കൊച്ചുമത്തി പീര പറ്റിച്ചതാണ്. ഇച്ചിരി കാന്താരി മുളകും ഒക്കെ ഇട്ട് അതുപോലെ തന്നെ നാരകത്തിൻ്റെ ഇലയൊക്കെ ഇടുമ്പോഴത്തേക്ക് വേറൊരു ലെവലാണ്, വേറെ ടേസ്റ്റ് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ ഇതുപോലെ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിലെ ബെൽ ബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.